വത്തിക്കാൻ. സമയം വൈകുന്നേരം 6:15. ലോകത്തെ വാർത്താ ഏജൻസികൾക്കൊന്നും നൽകാനാവാത്ത ആ ഭാഷാരഹിത എക്സ്ക്ലൂസീവ് ന്യൂസ് സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനി പുറത്തുവിട്ടു. ആഗോള കത്തോലിക്ക സഭ അതിന്റെ പുതിയ പരമാധ്യക്ഷനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വാർത്താ ഏജൻസികളില്ല, പത്രപ്രസ്താവനയില്ല, വാർത്താ സമ്മേളനമില്ല, ഡിജിറ്റൽ ലോകത്തിന്റെ ആധുനിക ഉപകരണങ്ങളില്ല, വാർത്ത അറിയിക്കാൻ ഒരു മനുഷ്യൻ പോലുമില്ല. ഒരു പുകക്കുഴലിൽ നിന്നുയരുന്ന വെളുത്ത പുകയിൽ ഭാഷാ തടസ്സങ്ങളില്ലാതെ ലോകം ആ വാർത്ത വായിച്ചു. കാത്തിരിപ്പിനൊടുവിൽ ദിവസങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശം നൽകിയ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലേക്ക് പുതിയ മാർപ്പാപ്പ എത്തി. ലയോ 14. അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ 69-കാരനായ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റാണ് ലയോ എന്ന പേര് സ്വീകരിച്ചത്. അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതും ചരിത്രമായി. വെളുത്ത പുക വിണ്ണിലേക്ക് ഉയർന്ന് 70-ാം മിനിറ്റിൽ 267-ാമത് മാർപ്പാപ്പയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ തെരഞ്ഞെടുത്തത് ലോകമെങ്ങും മുഖ്യ വാർത്തയായി. ഏതാണ്ട് എല്ലാ പത്രങ്ങളും 1-ാം പേജുകളിൽ ചരിത്ര സംഭവത്തിന്റെ ആദ്യ കുറിപ്പെഴുതി. 7-ാം തീയതി ധ്യാനത്തോടെ തുടങ്ങിയ കോൺക്ലേവിൽ 71 രാജ്യങ്ങളിൽ നിന്നുള്ള 133 കർദിനാൾമാരാണ് സഭയുടെ പ്രതിനിധികളായി പങ്കെടുത്ത് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത്. വെളുത്ത പുകച്ചുരുളുകൾ കണ്ടതോടെ പുതിയ പാപ്പയെ കാണാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കാത്തിരുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പതിനായിരങ്ങൾ ഇളകിമറിഞ്ഞ കടൽ പോലെയായി. ജനസാഗരത്തിനുമേൽ വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകളും പേപ്പൽ പതാകകളും ജപമാലകളും ഓളമിട്ടു. അപ്പോഴേക്കും വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിലൂടെ ബാൻഡുമേളക്കാരും പിന്നാലെ സിസ്ഗാർഡും നിരയായി എത്തി. മാർപ്പാപ്പ ആദ്യ സന്ദർശനത്തിനെത്തിയതോടെ ചിലർ ആർപ്പു വിളിച്ചു, മറ്റു ചിലർ കണ്ണീർ വാർത്തു. പുതിയ പാപ്പ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ആദ്യ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അത്യന്തം നാടകീയമായ ചോദ്യോത്തരമായി ബൈബിളിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തിബേരിയസ് കടൽത്തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് സന്ദർഭം. പ്രാതൽ കഴിഞ്ഞ ഉടനെയാണ് അപ്രതീക്ഷിതമായ ആ ചോദ്യം ഈശോ മിശിഹ പത്രോസിനോട് ചോദിച്ചത്. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. എന്റെ ആടുകളെ മേയ്ക്കുക. പത്രോസ് മറ്റെന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഈശോ മിശിഹ വീണ്ടും ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നല്ലോ. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമതും അതേ ചോദ്യം ആവർത്തിച്ചതോടെ ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്നതുപോലെ പത്രോസ് ദുഃഖിതനായി. സംശയങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പത്രോസ് വീണ്ടും മറുപടി പറഞ്ഞു, കർത്താവെ, നീ എല്ലാം അറിയുന്നല്ലോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അങ്ങനെ തനിച്ചായി പോയ ഒരു രാത്രിക്കും പുലർച്ചയ്ക്കുമിടെ തന്നെ അറിയുക പോലുമില്ലെന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ തന്നെ മിശിഹ സഭയുടെ തലവനാക്കി. അസാധാരണവും അപ്രതീക്ഷിതവുമായ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പുതിയ മാർപ്പാപ്പയായി ഇന്നിതാ ലയോ 14 തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ നഗരരാഷ്ട്രത്തിന്റെ ഭരണാധിപനുമാണ്. എല്ലാറ്റിനുമുപരി അദ്ദേഹം ലോകം കാതോർക്കുന്ന ധാർമ്മികതയുടെ ശബ്ദമായി മാറും. യുദ്ധങ്ങളും കലാപങ്ങളും അസമത്വവും വിശപ്പും ലോകത്ത് കറുത്ത പുകയായി പടരുമ്പോൾ അരുതെന്ന സുവിശേഷം ലോകം മാർപ്പാപ്പായിൽ നിന്ന് ശ്രവിക്കും. ആഗോള സഭയുടെയും ലോകത്തിന്റെയും ആഹ്ലാദത്തിനൊപ്പം ദീപിക ഈ സന്തോഷ വാർത്ത പങ്കുവെക്കുകയും ലയോ 14 മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്യുന്നു. വിവാ ഇൽ പാപ്പ.